സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കൂടി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടെ 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടായി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരുകയുമാണ്. MG പ്രതീഷ് തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, ഗുഡ് ഈവനിംഗ്. ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പ് അങ്ങനെ മാറുകയാണ്. യെല്ലോ അലേർട്ട് കൂടുതൽ ജില്ലകളിലേക്ക് വന്നിട്ടുണ്ട്. ഒപ്പം വടക്കൻ ജില്ലകളിലൊക്കെ കനത്ത മഴ പെയ്യുമെന്ന നേരത്തെ മുന്നറിയിപ്പ് അത് നിലനിൽക്കുന്നുമുണ്ട്. എന്താണ് സാഹചര്യം? പ്രജിൻ, സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം കൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രഖ്യാപിച്ച ഈ ഓറഞ്ച് മുന്നറിയിപ്പ് ഇപ്പോഴും തുടരുകയാണ്. ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയുണ്ടാകും. നാളെ യെല്ലോ അലർട്ടാണ് ജില്ലകളിലെങ്കിൽ കൂടിയും ഇന്ന് ഈ 2 ജില്ലകളിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. മറ്റൊന്ന്, പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ഈ 9 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് പ്രത്യേക ജാഗ്രത ഈ ജില്ലകളിലുള്ളവരും പാലിക്കണമെന്ന നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. നാളെ കൂടി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും ആശ്വാസകരമായ കാര്യം, മറ്റന്നാളും അതിന് അടുത്ത ദിവസവും നിലവിൽ മഴ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടില്ല. അതായത് നാളെ കഴിഞ്ഞ് സംസ്ഥാനത്ത് മഴ കുറയുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന കാര്യവും. ശരി, MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.